नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86 വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 868. കൃഷ്ണനെ കുറിച്ചുള്ള സംസാരവും ഗാനവും കീർത്തനമാണ്. കീർത്തനീയ സദാഹരി എന്നാണു ഭഗവാൻ ചൈതന്യൻ പറഞ്ഞിരിക്കുന്നത്. എന്നുവച്ചാൽ എപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയും സംഭാഷണവും മാത്രം, മറ്റൊന്നുമില്ല എന്നർത്ഥം. അതിനാണ് കൃഷ്ണാവബോധം എന്നു പറയുന്നത്. കൃഷ്ണാവബോധം അത്യന്തം ഉദാത്തമാണ്. ഈ പ്രക്രിയ കൈക്കൊള്ളുന്നവർ ഏറ്റവും സമുന്നതമായ ജീവിത സാഫല്യം നേടും. മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പത്തിനും വളരെ വളരെ അപ്പുറത്ത്. അതിനാൽ സദാ തന്നെക്കുറിച്ച് ചിന്തിക്കുക, തനിക്കു മാത്രം ഭക്തിയുത സേവനം നടത്തുക, തന്നെ പ്രണമിക്കുക എന്നു കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നത് ഇക്കാരണത്താലാണ്. ഇപ്രകാരം ഭക്തൻ പൂർണ്ണമായും കൃഷ്ണമയനായി തീരുന്നു. അങ്ങനെ എപ്പോഴും കൃഷ്ണാവബോധത്തിൽ തന്നെ കഴിയുന്നതിനാൽ അവസാനം കൃഷ്ണനിലേക്കു മടങ്ങുകയും ചെയ്യുന്നു. ദേവന്മാർ കൃഷ്ണന്റെ വിവിധങ്ങളായ അവിഭാജ്യ ഘടകങ്ങളാകയാൽ ദേവാരാധനയും വേദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഭൗതികമായ വിഷയ സുഖങ്ങളിൽ ആകൃഷ്ടരായിരിക്കുന്ന അല്പബുദ്ധികൾക്കു വേണ്ടി മാത്രമുള്ളതാണ് അത്തരം അനുശാസനങ്ങളെന്നു മനസ്സിലാക്കണം. പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാൻ കൃഷ്ണനെ തന്നെ ആരാധിക്കണം. അതു കാര്യങ്ങളെ സരളമാക്കുകയും ജീവിത വിജയം ഉറപ്പാക്കുകയും ചെയ്യും. ആകാശവും ഭൂമിയും ജലവുമെല്ലാം ഭൗതിക ലോകത്തുള്ളതാണെങ്കിലും ഉറച്ച തറയിൽ നിൽക്കുന്നവൻ്റെ നിലയായിരിക്കും ആകാശത്തിലും ജലത്തിലും സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭദ്രം. അതിനാൽ ബുദ്ധിയുള്ള വ്യക്തി വിവിധ ദേവതകളുടെ സംരക്ഷണയിൽ നിൽക്കില്ല. ദേവതകൾ കൃഷ്ണന്റെ അവിഭാജ്യ ഘടകങ്ങളാണെങ്കിൽ പോലും മറിച്ച് അയാൾ കൃഷ്ണാവബോധത്തിൻ്റെ ഉറച്ച തറയിലായിരിക്കും നിലകൊള്ളുന്നത്. അത് അവൻ്റെ നില ഭദ്രവും ഈടുറ്റതുമാക്കി തീർക്കുന്നു. കല്ലിന്മേലോ തടിയിന്മേലോ നിൽക്കുന്നവൻ ആ കല്ലും തടിയും ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നതാകയാൽ ഭൂമിയിൽ തന്നെയാണു നിൽക്കുന്നതെന്ന് ആമൂർത്തവാദികൾ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ശരിക്കും ഭൂതലത്തിൽ കാലുറപ്പിച്ചു നിൽക്കുന്നവനാണു ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിലോ തടിയിലോ കാലുറപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിതൻ എന്നാണ് ഇതിനുള്ള മറുപടി.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരമാത്മാവിലോ അമൂർത്ത ബ്രഹ്മത്തിലോ അഭയം തേടുന്നത് കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നിടത്തോളം ഭദ്രമല്ല. അതിനാൽ കൃഷ്ണഭക്തന്മാരുടെ നില പോലെ ഭദ്രമല്ല ജ്ഞാനിയുടെയും യോഗിയുടെയും നില. അതിനാലാണ് സ്വബോധം നഷ്ടപ്പെട്ടവൻ മാത്രമേ ദേവതാരാധനയിലേക്കു തിരിയുകയുള്ളൂ എന്നു കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അമൂർത്ത ബ്രഹ്മത്തോട് ആഭിമുഖ്യം കാണിക്കുന്നവരോട് ശ്രീമദ് ഭാഗവതം പറയുന്നു, പ്രിയപ്പെട്ട ഭഗവാനെ, ദാർശനികമായ മാർഗങ്ങൾ അവലംബിച്ച് മുക്തരായി എന്നു കരുതുന്നവരാരും ഭൗതിക പ്രകൃതിയുടെ മാലിന്യങ്ങളിൽ നിന്നു ഇനിയും മുക്തരായിട്ടില്ല. കാരണം അവിടുത്തെ പാതാരവിന്ദങ്ങളെ അഭയം പ്രാപിക്കാനുള്ള അവരുടെ കഴിവുകേടു തന്നെ അമൂർത്ത ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തിലെ അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് അവർ ഉയർന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായും ആ സമുന്നതമായ നിലയിൽ നിന്ന് അവർ പതിച്ചു പോകും. എന്തെന്നാൽ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആഗ്രഹിക്കുന്ന കാര്യം അവർ അവഗണിച്ചു കളഞ്ഞു. അതിനാൽ ദേവതകളെ ആരാധിക്കുന്നവർ ബുദ്ധിമാന്മാരല്ലെന്നു ഭഗവാൻ പറയുന്നു. കാരണം അവർ നേടുന്ന താത്കാലികവും എളുപ്പം നശിപ്പിക്കപ്പെടാവുന്നതുമായ ഫലങ്ങളാണ്. അവരുടെ ഉദ്യമങ്ങളെല്ലാം അല്പബുദ്ധികളുടേതാണ്. എന്നാൽ തൻ്റെ ഭക്തർക്കു പതനഭയം വേണ്ടെന്നു ഭഗവാൻ ഉറപ്പു നൽകുന്നു. ഹരേ കൃഷ്ണ.